+2 റിസൾട്ട് വന്നു, ഒത്തിരി പേര് ജയിച്ചു. പക്ഷെ ഞാൻ ഈ വീഡിയോ ഇറക്കുന്നത് ജയിച്ചവർക്ക് വേണ്ടിയല്ല. ജയിച്ചവർക്ക് ഇഷ്ടംപോലെ അപ്രിസിയേഷൻ കിട്ടി. പക്ഷേ എക്സാമിന് തോറ്റുപോയ ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അവരെക്കുറിച്ച് ആരും സംസാരിക്കുന്നില്ല, അവരെക്കുറിച്ച് ആരും ബോധേഡല്ല. അവർ പരമാവധി സമൂഹത്തിന് മുന്നിൽ ഒളിച്ചോടി, ആരെയും കാണാതെ, ആരോട് സംസാരിക്കാൻ പറ്റാതെ ഒളിച്ചിരിക്കുന്ന ഒരു കൂട്ടം കുഞ്ഞുങ്ങൾ നമ്മുടെ നടുവിലുണ്ട്. അവരോടുള്ള വീഡിയോ ആണ് കേട്ടോ. നിങ്ങൾ തോറ്റുപോയതുകൊണ്ട് നിങ്ങളെ ആരെങ്കിലും അങ്ങനെ തള്ളിക്കളഞ്ഞാൽ, നിങ്ങളെ ആരെങ്കിലും മാറ്റി നിർത്തിയാൽ, ചാടിക്കേറി നിങ്ങളുടെ ലൈഫ് നിങ്ങൾ അവസാനിപ്പിക്കാൻ നോക്കരുത്. നിങ്ങളുടെ ജീവിതം തീർന്നു എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇത് ലൈഫിനകത്തുള്ള ചെറിയ ലെസൺ മാത്രമാണ്. ലൈഫ് ഇവിടെ കൊണ്ട് തീരുവല്ല. നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു സത്യമുണ്ട്. നിങ്ങൾ ഈ അനുഭവിച്ച ഈ നാണക്കേടുണ്ടല്ലോ, നിങ്ങൾ അനുഭവിച്ച ഈ അതികഠിനമായ വേദനയുണ്ടല്ലോ, നിങ്ങളുടെ ഹൃദയത്തിനകത്തുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയ അവസ്ഥയുണ്ടല്ലോ, ഈ അവസ്ഥയെ ഇതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിച്ച ആളാണ് നസ്രയനായ യേശു ക്രിസ്തു. കാൽവരി ക്രൂശിൽ ഒരു മനുഷ്യരും തന്നെ സഹായിക്കാനില്ലാതെ, സ്നേഹിക്കാനില്ലാതെ, കാണുന്നവർ മുഴുവൻ കാർപ്പിച്ച് തുപ്പി, കാണുന്നവർ മുഴുവൻ അപമാനിച്ച്, സകല മനുഷ്യരാലും നിന്ദിക്കപ്പെട്ട് അതികഠിനമായ വേദനയിൽ നമുക്ക് വേണ്ടി മരിച്ച ആ കർത്താവിന് പേരായ യേശു ക്രിസ്തു. ക്രൂശീകരണത്തിൽ മാത്രമല്ല, തൻ്റെ ജീവിതത്തിൽ മൊത്തം മനുഷ്യൻ അവനെ തള്ളിക്കളയുമ്പോൾ നമ്മൾ ഈ അനുഭവിക്കുന്ന ഈ അപമാനത്തിൻ്റെയും നമ്മൾ ഈ അനുഭവിക്കുന്ന നാണക്കേടിൻ്റെയൊക്കെ അതിഭീകരമായ അനുഭവങ്ങൾ യേശു കർത്താവ് തൻ്റെ ശരീരത്തിൽ അനുഭവിച്ചു. എന്തിനാണെന്നറിയാമോ? നീ ഇന്ന് അനുഭവിക്കുന്ന ഈ നാണക്കേടിൽ നീ മരിക്കാതിരിക്കാനാ, നീ തകരാതിരിക്കാനാ, നീ ഉടഞ്ഞു പോകാതിരിക്കാൻ, നീ വീണു പോകാതിരിക്കാൻ, നീ നശിച്ചു പോകാതിരിക്കാൻ യേശു കർത്താവ് നിനക്ക് വേണ്ടി ഈ അപമാനത്തെ സഹിച്ചു. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന കൂട്ടുകാരെ, നിങ്ങൾ അനുഭവിക്കുന്ന ഈ ഭാരമുണ്ടല്ലോ, ഇതിനെല്ലാം യേശു കർത്താവിൻ്റെ മേൽ നിങ്ങൾ വയ്ക്കുക. യേശു കർത്താവ് അതിനെ ചുമക്കാൻ തയ്യാറാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് പറഞ്ഞ യേശു കർത്താവിൻ്റെ അടുക്കിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. യേശു കർത്താവ് നിങ്ങളെ ആശ്വസിപ്പിക്കും. ഗോഡ് ബ്ലെസ് യു.